നമ്മളെ കൊണ്ട് താങ്ങില്ല. സോ നമ്മുടെ തിരുവനന്തപുരത്തെ ഓണാഘോഷത്തിന്റെ ലാസ്റ്റ് ഡേ ആണ്. നമ്മുടെ ഘോഷയാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. നമ്മളിവിടെ എത്തിപ്പെടാൻ കുറെ കഷ്ടപ്പെട്ടു. കാരണം മിക്കയിടത്തും ബ്ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, വഴിയൊക്കെ തിരിച്ചു വിട്ടു. നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നോണ്ടിരിക്കും. പലരും പല ഭാഗത്ത് പെട്ടുപോയി. അപ്പോൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പ്ലോട്ടിന് അങ്ങോട്ട് പോയി നോക്കാം. തൊഴിൽ വകുപ്പ് മന്ത്രി വർദ്ധിക്കും. കേരളത്തിൻ്റെ മകൾ മികവുറ്റ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഉദ്യോഗാർത്ഥികളെ പരിപാലനം ഉറപ്പുവരുത്തുന്നു. സാംസ്കാരിക പരിപാടികളാണ് ഗുരുതരമായ വിളിച്ചുകൊണ്ടുള്ള പദ്ധതി ഗാർബേജ് കളക്ഷൻ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ കേരളത്തിൽ ഇളയൻപറമ്പ്, കുരിപ്പുഴ. തൊഴിൽ സേവ മൊബൈൽ ആദ്യ സംസ്ഥാനം. തൊഴിലും നമ്മുടെ പരിസ്ഥിതിയുടേതായ മാലിന്യങ്ങൾ കേരളത്തിലുടനീളം സമൂഹത്തോടുള്ള
ഏവരെയും നന്മ ചെയ്യും. ഹായ്, ഞാൻ മോട്ടു. ധാരക്കെട്ടുകൾ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ മൃഗശാല വകുപ്പ് മന്ത്രി സോ ഗൈസ് ഫ്ലോട്ടെല്ലാം കഴിഞ്ഞു. നമ്മൾ അന്വേഷിച്ച് നടന്ന ആൾക്കാർ ഇത് നടന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ചായം കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ ജോയിൻ ചെയ്തു. ഞാനും അവൾ ഇവിടെ പാളയത്തിൽ നിന്ന് കണ്ടു. അപ്പോൾ നമ്മളിനി ചായ നാരങ്ങ ചായ കുടിക്കണം. നിനക്ക് എന്താണ്? സോഡ നാരങ്ങ. ആൻറ്റി 2 സോഡ നാരങ്ങ. സന്ധ്യ നേരത്തെ സോഡ കൂടത്തിൽ സോഡ നാരങ്ങ. താങ്ക് യു. നമുക്ക് വാങ്ങിച്ചാലേ ഒരു ഊതി കളിക്കാം. ഞാൻ പി പി വാങ്ങിച്ചിട്ട് വരാം. ഓ എത്ര കേട്ടോ? ടാക്സ് എടുത്തില്ല ഞാൻ. ഉണ്ടോ 20 രൂപ? എന്നാ പോയി 20 രൂപ. ആ പി പി ഇങ്ങോട്ട് ഊതി നോക്ക്. വേറെ എന്തെല്ലാം പിപ്പി ഉണ്ടായിരുന്നു. ഇത് തന്നെ വാങ്ങണം. ഉറച്ചു നോക്ക്. ശരത്ത് ഓ ഹായ്. ഞാൻ പറഞ്ഞില്ലേ UK-ലുള്ള ഓക്കെ 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 ഓക്കെ. പി പി അടിച്ചിട്ടേ ഞാൻ നോക്കിയപ്പോൾ ഇവരെല്ലാരും കണ്ടു. അപ്പോൾ ഞാൻ നാണകൻ്റെ നമ്മൾ പരിചയമുള്ളവരും കൂടെ. വൈഫല്ലേ? അറിയാം. ഹോട്ടലിൽ കണ്ടിട്ടോ? ആ അത് ശരി. സുഖം. പോകുന്നുണ്ട്. ഇടയ്ക്ക് ലീവ് ആയതുകൊണ്ട് സുഖമാടാ. ശരിയാടാ, ശരി. ഓക്കെ, ശരി. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനിങ്ങനെ ഈ പി പി ഊതിയിട്ട് നോക്കിയപ്പോൾ എല്ലാവരും നോക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ഇതെവിടെ കണ്ടിട്ടുണ്ടല്ലോ. അവൻ UK-ലാണ്. അപ്പോൾ ഇപ്പോൾ ലീവിന് വന്നിട്ട് 2-3 ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല അവൻ ഇങ്ങനെ ഇപ്പോൾ നാട്ടിലെത്തി. അങ്ങനെ കണ്ടു. സന്തോഷം. നമുക്ക് ഇനി കനകക്കുന്ന് ആ ഭാഗത്തോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം. ഒന്ന് പോയി നോക്കാം. നമ്മൾ ലൈറ്റ് ചെയ്യുന്ന മുന്നേ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇരുന്ന് കണ്ടിട്ടുണ്ട്. സോ ഇത് നടന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. വിഘ്നേഷ് ഓ ഹലോ. കൂടുതലും ഡിവൈഡർ യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോഴൊക്കെ നട റോഡിൽ കൂടെ നടക്കാൻ പറ്റും. വേണേ നട. പോലീസ് വണ്ടി തന്നെ എടുത്തിട്ടോണ്ട് പോകും. വിഘ്നേഷ് എടാ അവിടെ ഗോസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് പറയുന്നത് ഉണ്ടോ? ഓക്കെ. വരുമോ ഇല്ലയോ? ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നമ്മളെ കനകക്കുന്ന് കൊട്ടാരത്തിന് സൈഡിലായിട്ട് ഇവിടെ ഒരു തറവാട് പോലെ കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇത് തടിയാണ്, ഫുള്ള് പ്ലൈവുഡ്. പഴയ കാലത്തുള്ള മറ്റേ തറവാട് ടൈപ്പിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇത് അകത്ത് അടുക്കളയൊക്കെ ഉണ്ട്. എന്നിട്ടാണ് പൊട്ടി വരാൻ വേറെ അറിയാം. ആ കയറൊന്നും നമ്മളെ കൊണ്ട് താങ്ങില്ല. നിന്നെ താങ്ങും. അയ്യോ അവിടെ ഒന്നാമതൊരു കുറ്റി ഇരിക്കുന്നു താഴെ. ചട്ടിയൊക്കെ ആളുകൾ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ അവൻ്റെ കഴിവ് തെളിയിക്കുകയാണ്. അച്ചു കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഊഫ്, സെറ്റല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത്. തിരിച്ചു തരൂല. അയ്യോ ഒന്നും കണ്ടുകൂടാ.
അയ്യോ ഹായ് ബ്രോ. എങ്ങനെയുണ്ടായിരുന്ന ഗോസ്റ്റ് ഹൗസ്? പേടിച്ച് വിറച്ചു മരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഗോസ്റ്റ് ഹൗസ്? ഇപ്പോഴും ഗൈസ് 2 കുട്ടികൾ ചേർന്ന് നല്ല ഒരു കിടിലൻ കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ട്. ഓ കാണണം അത്. അച്ചു എവിടെ? അച്ചു അച്ചു ബെസ്റ്റ്. വൈ വൈ നോക്കട്ടെ. വൈ വൈ ആ തലയാട്ടിയ സൂപ്പർ രാച്ചിരിക്കുന്നു. അവരെവിടെ? ഞാനും വാങ്ങി. എവിടെ? അടിച്ചു നോക്ക്. പടക്കം പൊട്ടിച്ചുകൊണ്ട് പോകുന്ന 3 വാഴകൾ. കട്ടാലമ്പായി മിണ്ടായി. വലുതായവരാണ് നമ്മൾ, വലുതായവരാണ്. മിണ്ടായി മതി. കാറിലൊക്കെ അറിയാം. ഗൈസ് നമ്മുടെ ഓണം തൂതുവള്ളം നമ്മുടെ ഓണം സെലിബ്രേഷൻ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ട്രിവാൻഡ്രം തുടങ്ങിയല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കാണുന്ന ഈ പ്ലോട്ടുകളൊക്കെ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഐ എം സോ 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 ഹാപ്പി. ഓണാഘോഷത്തിന്റെ കൊട്ടിക്കലോശം കഴിഞ്ഞു. ലൈറ്റും കണ്ടു. വിനീത് ശ്രീനിവാസന്റെ പ്രോഗ്രാമിന്റെ ശബ്ദരേഖ വെളിയിൽ നിന്ന് കേട്ടിട്ടാണ് നമ്മൾ. ഒരു മതിലിനപ്പുറം കാണാൻ പറ്റില്ല. എത്ര തിരക്കാണ്, നിങ്ങൾ കണ്ടായിരുന്നല്ലോ എത്ര തിരക്കാണ്. ഭാവിയിൽ വിനീത് ശ്രീനിവാസനെ കാണുമ്പോൾ നമുക്ക് പറയാം. അതെ, നമ്മളിപ്പുറത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിൽ എത്തിക്കുക. സോ ടിൽ ദെൻ ബൈ ബൈ. ബൈ ബൈ.